ഇറാൻ ഇസ്രയേൽ സംഘർഷം ഉടനെയൊന്നും അവസാനിക്കില്ല. മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ യുദ്ധം നീളാനാണ് സാധ്യത. ഇറാൻ വേറെ ലെവൽ കളികളാണ് ഇവിടെ കളിക്കുന്നത്. ആയതിനാൽ തന്നെ യുദ്ധം അവിടെ വലിയ രീതിയിൽ, അതായത് മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന സൂചനയാണ് ഇപ്പോൾ മുൻ ഇന്ത്യൻ ഇന്റലിജൻസ് റോ ആയ ചീഫ് വിക്രം സൂദ് ഇവിടെ ഒരു മുന്നറിയിപ്പായി തന്നെ നൽകിയിരിക്കുന്നത്. അദ്ദേഹം നൽകുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇറാൻ പൗരന്മാരും സൈനികരും ഒക്കെ തന്നെ തങ്ങളുടെ രാജ്യത്തിനായി മരിക്കാൻ പോലും തയ്യാറാണ്. എന്നാൽ അമേരിക്കൻ സൈന്യവും അവിടുത്തെ പൗരന്മാരും അങ്ങനെയല്ല. അവർക്ക് സ്വന്തം രാജ്യത്തിന് പുറത്തുപോയി കൊല്ലപ്പെടുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അത് അമേരിക്കയുടെ വലിയൊരു നാണക്കേടിലേക്ക് എത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനും ഏതിനും ട്രംപിനൊപ്പം നിൽക്കുന്ന മനോഭാവമല്ല അവർ അവിടെ പ്രകടമാക്കുന്നത് എന്നതാണ് ഇവിടെ ഒരു വസ്തുതയായി പറയുന്നത്. ആയതിനാൽ തന്നെ യുദ്ധം എത്ര നാൾ നീളുമെന്നത് ഇവിടെ പറയാനാകില്ല എന്നും, വാഷിംഗ്ടൺ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള മിന്നൽ ആക്രമണത്തിലൂടെ തന്നെ ഇറാനെ തളച്ചിടാൻ കഴിയില്ല എന്നതാണ് ഇവിടെ അദ്ദേഹം ഒരു സൂചനയായി തന്നെ, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വിക്രം സൂദ് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ പൗരന്മാരും സൈന്യവും തങ്ങളുടെ രാജ്യത്തിനായി മരിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ അമേരിക്കക്കാർക്ക് അന്യനാട്ടിൽ പോയി മരിക്കാൻ താല്പര്യമില്ല. അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങൾ പെട്ടിക്കുള്ളിലാക്കി തന്നെ നാട്ടിലെത്തിക്കുന്നത് വൈറ്റ് ഹൗസിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അവിടെ കരയുദ്ധത്തിന് മുതിരാതെ തന്നെ ആകാശത്തിലൂടെയുള്ള മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം ഒതുക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഇത് യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ അവിടെ വലിയ രീതിയിൽ പര്യാപ്തമല്ല എന്നതാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നതും. ഇറാൻ കളിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കളി തന്നെയാണ് എന്നതാണ് വിക്രം സൂദ് പറയുന്നതും. തങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞാണ് ഇറാന്റെ നീക്കങ്ങൾ. അമേരിക്കയുടെ സഖ്യകക്ഷികളെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ തന്നെ അവർക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ അതൃപ്തി ഉണ്ടാക്കാൻ ഇറാൻ സാധിക്കുകയും ചെയ്യുന്നു. യുദ്ധം നീണ്ടുപോകുന്നത് ഇറാനെ സംബന്ധിച്ച് അതായത് ഏറെ ഗുണകരമാകുമ്പോൾ അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളെ അത് ആകെ തകിടം മറിക്കുന്ന ഒന്നായി മാറുന്നു എന്നത് ഒരു സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം യുദ്ധം തങ്ങൾ വിചാരിച്ചതിലും വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുന്നുണ്ടെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. 4-5 ആഴ്ചകൾ കൊണ്ട് തീരുന്ന ഒരു പോരാട്ടമാണ് തങ്ങൾ അവിടെ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാന്റെ ഭരണമാറ്റത്തിന്റെയോ അതോ അവരുടെ ആണവ പദ്ധതികൾ തകർക്കലിനെയോ ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയും ഇസ്രയേലും കാര്യമായ ഒരു സ്വരത്തിൽ തന്നെ ഇവിടെ പറയുന്നില്ല. ട്രംപിന്റെ ആത്മവിശ്വാസം വെറും വാക്കുകളിലാണോ എന്ന് നിരീക്ഷിക്കാൻ സംശയിക്കുകയാണ്. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള ഊർജ വിപണിയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നത് വികസ്വര രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഈ പ്രതിസന്ധിക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് 30 ദിവസത്തെ ഇളവ് ലഭിച്ചത് വലിയ ആശ്വാസമാണ്. കൂടാതെ തന്നെ ആഭ്യന്തര വിപണിയിൽ പാചകവാത ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എണ്ണ കമ്പനികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.